നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള 40 സീറ്റുകളിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് സ്ക്രീനിംഗ് കമ്മിറ്റി അംഗീകാരം. 50 പേർ അടങ്ങിയ പട്ടികയാണ് കെ.പി.സി.സി ഇന്നലെ സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് മുമ്പാകെ വെച്ചത്. അതിൽ 10 മണ്ഡലങ്ങളിലെ പട്ടിക സ്ക്രീനിംഗ് കമ്മിറ്റി മാറ്റിവെച്ചിട്ടുണ്ട്. ശരത് ലാലാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശരത് ലാൽ, ഈ 10 മണ്ഡലങ്ങളിലാണ് പട്ടിക നിലവിൽ മാറ്റിവെച്ചിരിക്കുന്നത്. അതിനു മുമ്പ് തന്നെ ഇന്നലെ തന്നെ കെ.പി.സി.സി അധ്യക്ഷനും വി.ഡി. സതീശനും ഒക്കെ പറഞ്ഞത് വലിയ സർപ്രൈസുകളുടെ ഒരു പട്ടികയായിരിക്കും എന്നുള്ളതാണ്. ഈ 10 മണ്ഡലങ്ങളിലാണോ സർപ്രൈസ്, ഇനി മറ്റ് അംഗീകരിച്ച 40 പേരിലാണോ നിലവിൽ ഈ സർപ്രൈസ് ഒക്കെ ഉള്ളത്? എന്തൊക്കെ സൂചനകളാണ് നമുക്കുള്ളത്? ശ്യാമിലി, ഇന്നലെ 2 ഘട്ടങ്ങളായിട്ടാണ് സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം നടന്നത്. ഉച്ചയ്ക്ക് രാവിലെ 11:30 മുതൽ 2:30 വരെ ആദ്യത്തെ സ്ക്രീനിംഗ് കമ്മിറ്റി അത് നടന്നത് AICC പഴയ ആസ്ഥാനത്തായിരുന്നു, 24 അക്ബർ റോഡിലായിരുന്നു. അവിടെ വെച്ച് യോഗം കഴിഞ്ഞ ശേഷം അദ്ദേഹം വി.ഡി. സതീശനും അതേപോലെ KPCC അധ്യക്ഷനും പറഞ്ഞത് 50 സീറ്റുകൾ എപ്പോഴും പ്രഖ്യാപിക്കുമെന്നാണ്. പിന്നെയാണ് പ്രശ്നങ്ങൾ തുടർന്നത്. പിന്നെ ദീപദാസ് മുൻഷി KPCC അധ്യക്ഷനെ കേരള ഹൗസിലെത്തുകയും KPCC അധ്യക്ഷനുമായും വി.ഡി. സതീശനായി ചർച്ച നടത്തുകയും ചെയ്തു. അതനുസരിച്ച് ആണ് 10 സീറ്റുകൾ മാറ്റി, അതായത് 10 സെപ്റ്റംബറിലെ പ്രഖ്യാപനം സ്ക്രീനിംഗ് കമ്മിറ്റി മാറ്റിവെച്ചത്, അല്ലെ സ്ക്രീനിംഗ് കമ്മിറ്റി തീരുമാനമാകാഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ 40 സീറ്റുകളിലെ ഒറ്റപ്പേരുകളായി 40 സീറ്റുകളിലെ സ്ക്രീനിംഗ് കമ്മിറ്റി അംഗീകരിച്ചു. എന്നാൽ മറ്റു 10 സീറ്റുകളിൽ നൽകിയ ഒറ്റപ്പേരുകൾ അംഗീകരിക്കുന്നതിൽ സ്ക്രീനിംഗ് കമ്മിറ്റി തയ്യാറായില്ല, അല്ലെ കോൺഗ്രസ് ഹൈക്കമാൻഡ് തയ്യാറായില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത. അത് കഴിഞ്ഞ് രാത്രി 10 മണിയോടുകൂടി തന്നെ KPCC അധ്യക്ഷനും അതേപോലെ തന്നെ വി.ഡി. സതീശനും കേരളത്തിലേക്ക് തിരിച്ചുപോയി. ഇന്ന് വി.ഡി. സതീശന്റെ യാത്രയുണ്ട്. വി.ഡി. സതീശൻ തിരുവനന്തപുരത്തേക്കും KPCC അധ്യക്ഷൻ അതേപോലെ തന്നെ കണ്ണൂരിലേക്കുമാണ് ഇവിടുന്ന് ഡൽഹിയിൽ നിന്ന് യാത്ര തിരിച്ചത്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറഞ്ഞാൽ ഈ 10 സീറ്റുകളിൽ കണ്ണൂർ, കോഴിക്കോട് നോർത്തും കണ്ണൂർ ഉദുമയും കോഴിക്കോട് നോർത്തും അടക്കമുള്ള 10 സീറ്റുകളിലെ പേരുകളാണ് മാറ്റിവെച്ചിരിക്കുന്നത്. അതിൽ കോൺഗ്രസിന് സർപ്രൈസ് സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമോ എന്നതാണ് ഇനി നമുക്ക് കണ്ടറിയേണ്ടത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇന്നലെ തന്നെ MK രാഘവൻ അതേപോലെ തന്നെ K. സുധാകരനൊക്കെ തന്നെ സ്ക്രീനിംഗ് കമ്മിറ്റിയുമായി ചർച്ച നടത്തിയിരുന്നു. KPCC അധ്യക്ഷനും KC വേണുഗോപാലുമായിട്ട് ചർച്ച നടത്തി. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ 10 സെറ്റുകളിലെ ഒറ്റ പേരുകൾ മാറ്റിവെക്കപ്പെട്ടത്. ഏതായാലും ഈ പട്ടിക ഇനി അടുത്ത സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിൽ, കേന്ദ്ര തെരഞ്ഞെടുപ്പ് യോഗത്തിൽ ഈ തീരുമാനമെടുക്കും. MP-മാർ മത്സരിക്കുമോ എന്ന കാര്യത്തിലുള്ള തീരുമാനവും ഹൈക്കമാൻഡ് വിട്ടിട്ടുണ്ട്. ഏതായാലും K. സുധാകരൻ മത്സരിക്കും. അക്കാര്യത്തിന് കണ്ണൂർ ജില്ലയിലെ പട്ടിക, കണ്ണൂരിലെ നിയമസഭാ പട്ടിക മാറ്റിവെച്ചിട്ടുണ്ട്. ഇതൊക്കെ കണക്ക് കൂട്ടുമ്പോൾ ഈ 10 സീറ്റുകൾ സർപ്രൈസ് സ്ഥാനാർത്ഥി വരുമോ എന്ന ശ്യാമിലിയുടെ ചോദ്യത്തിന് കൂടുതൽ ഉത്തരങ്ങൾ വരുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. ഏതായാലും കോൺഗ്രസിലെ കാര്യങ്ങൾ സുഗമമായി പോകുന്നിടക്ക് ഒരു കല്ലുകടി ഇന്നലെ ഉണ്ടായി എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെയാണ് കേരള ഹൗസിലെത്തി AICC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി വീണ്ടും KPCC അധ്യക്ഷനോടും പ്രതിപക്ഷ നേതാവിനോടും ചർച്ച നടത്തി. അതിനുശേഷം ഇവർ നേരെ ഇന്ദിരാഭവനിൽ പോവുകയും അവിടെ വെച്ച് KC വേണുഗോപാലുമായി ചർച്ച നടത്തുകയും ചെയ്തു. 2 വട്ടം 3 വട്ടം ചർച്ചകൾക്ക് ശേഷമാണ് ഈ നേതാക്കൾ കേരളത്തിലേക്ക് മടങ്ങിയത്. ശ്യാംലി, ശരി, അങ്ങനെ അല്ലലില്ലാതെ പ്രശ്നങ്ങളില്ലാതെ ഒരു സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കാം എന്നുള്ള കോൺഗ്രസിന്റെ ആലോചനകൾക്ക് നിലവിൽ ഒരു കല്ലുകടി അതിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ശരത് ലാൽ പറയുന്നത്. 10 പേരുടെ പട്ടിക മാറ്റി വെച്ചിരിക്കുന്നു. 40 പേരുടെ അടങ്ങുന്ന പട്ടികയ്ക്ക് നിലവിൽ അംഗീകാരം നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ശരത് ലാൽ വിവരങ്ങൾ നൽകിയത്.